ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്മാവാണ് കേട്ടോ. എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് കട്ടയൊന്നും പിടിക്കാതെ നല്ല തരിതരിയായിട്ട് നല്ല ടേസ്റ്റിൽ നല്ല ഓറഞ്ച് കളറിലുള്ളൊരു ഉപ്മാവ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റവ ഒന്ന് വറുത്തെടുക്കാം. ഈ പാത്രത്തിന് ഒരു പാത്രം, ഇതൊരു ചെറിയൊരു കപ്പാണ്, ഇതിന് 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് മെഷറിംഗ് കപ്പൊന്നുമില്ല, സാധാരണ കപ്പാണ്. അപ്പോൾ ഈ റവനെ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ചട്ടി നല്ലവണ്ണം ചൂടായപ്പോൾ ഞാൻ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതിനൊന്ന് ഇളക്കിയിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ റോസ്റ്റഡ് റവയാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്യാം. എന്നാലിത് ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു ടേസ്റ്റിൽ കിട്ടും. റോസ്റ്റഡ് റവ എന്നൊക്കെ പാക്കിൽ എഴുതിയിട്ടുണ്ടാവും, എന്നാലും നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊരു പാത്രത്തേക്ക് മാറ്റാം. ഇനി അതേ പാനിക്കന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ. ചിലരൊക്കെ നെയ്യിലാണ് ഉണ്ടാക്കാം, ഞാനിപ്പോൾ ഓയിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കടുകൊക്കെ നല്ലോണം പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇഞ്ചിയുടെ ചെറിയ പീസ് എടുത്തിട്ട് അതിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഇഞ്ചിയുടെ ആ ഒരു പച്ചമുളക് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഞാൻ വലിയ സവാളയാണ് എടുത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയ സവാള ആണെങ്കിൽ ഒന്ന് ഫുൾ എടുക്കാം കേട്ടോ. പിന്നെ ചിലർക്ക് സവാള അത്ര ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർ കുറച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 ഭാഗം സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പ് വേഗം കൂടിപ്പോകും. ഇതിൽ ഉപ്മാവ് എന്നാണ് പേരെന്നുണ്ടെങ്കിലും ഉപ്പ് വല്ലാതെ കൂടാൻ നിൽക്കരുത് കേട്ടോ. അതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചിടാം, കുറച്ചിട്ടാൽ മതി, വേഗം കൂടിപ്പോകും ഉപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം. അപ്പോൾ ഞാൻ വലിയ പീസാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞാൽ മതി. നമുക്കിതിൽ നിന്ന് എടുത്തിടാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് വലിയ പീസാക്കിയത്. ഇനി ഞാൻ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റിനെ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്യല്ല, ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. കാരണം നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഓറഞ്ച് കളറിലുണ്ട് ഉപ്മാവെന്ന്, അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്യാരറ്റിനെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടാൽ ആ ഉപ്മാവിന് മൊത്തത്തിൽ നല്ലൊരു ഓറഞ്ച് കളർ വരും. അല്ലാതെ നമ്മൾ കട്ട് ചെയ്തിട്ടാൽ അങ്ങനെ ആവില്ല. കട്ട് ചെയ്തിട്ടാൽ അത്ര വലിയ കളറൊന്നും വരില്ല, ക്യാരറ്റ് ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ ഉപ്മാവിന് നല്ലൊരു ഓറഞ്ച് കളർ വരികയും ചെയ്യും. ഈ ക്യാരറ്റിന് മാത്രം അതിൽ നിന്ന് പെറുക്കിയിടാൻ കഴിയുകയില്ല. അപ്പോൾ എന്തായാലും ക്യാരറ്റും കൂടെ അങ്ങ് കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റിനെ ഇതിലിട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, വെള്ളം കൂടി പോകരുത്. 1/4 കപ്പ് തന്നെ മതി. 1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നത് ആ കപ്പിന് 1/4 കപ്പ്. ഇനി ഈ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം നെയ്യിലാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ആദ്യം ഓയിലാണല്ലോ ഒഴിച്ചത്, അതുകൊണ്ടാണ് ഇപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് നമ്മളിപ്പോൾ മിൽമയുടെയൊക്കെ നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും റവ. അതിന് വേണ്ടിയിട്ടാട്ടോ നെയ്യ് ചേർക്കുന്നത്. നെയ്യ് എന്തായാലും ചേർത്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ച റവ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരുന്നല്ലോ, ആ റവ ഇട്ട് കൊടുത്തിട്ട് വേഗം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സിമ്മിലേക്ക് മാറ്റിയിട്ട് വേണം റവ ഇടാൻ, കാരണം റവ ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ വേഗം ഇളക്കി കൊടുക്കണം. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം റവ ഇട്ട് കൊടുക്കാൻ. ഇനി വേഗം സ്പീഡിൽ തന്നെ ഇളക്കി കൊടുക്കാം, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചിട്ട് റവ ഇട്ടാൽ മതി. വെള്ളം നല്ലോണം തിളച്ചിട്ട് അതിലെല്ലാത്തിനെയും ടേസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തണം, എന്നിട്ട് റവ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ റവ ഇട്ട് വേഗം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അടിച്ച് വെക്കാം. അടിച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ മതിയാകും. ചെറിയ തീയിലിട്ടൊന്ന് വേവിക്കാം. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ റവ ഏകദേശം കുക്കായിട്ടുണ്ടാവും കേട്ടോ. ഒട്ടി പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നല്ല ഒട്ടി പിടിക്കാതെ തന്നെ കുക്കായിട്ടുണ്ടാകും. കംപ്ലീറ്റ് കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതൊന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് കൂടെ അടച്ച് വെക്കാം.
അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ റവ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. അതിലുള്ള ഒരു ആവിയിൽ കിടന്നിട്ട് തന്നെ കുക്കാവും. ഇതിന് ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക. അതൊക്കെ കണ്ടോ, ആവിയൊക്കെ വന്നിട്ട് ഇത് പാത്രത്തിൻ്റെ മൂടിയുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ നല്ല പാകമായിട്ട് കുക്കായിട്ടുണ്ട് എന്ന് കണ്ടോ. ഒട്ടി പിടിക്കുകയൊന്നും ചെയ്യാതെ നല്ല തരി ആയിട്ടുണ്ട്. ആ റവേനെ നമുക്ക് കിട്ടും. ചിലപ്പോഴൊക്കെ കുട്ടികൾ പരാതി പറയില്ല, നമ്മൾ റവ ഉണ്ടാക്കുമ്പോൾ ഇതെന്താ ആകെ കട്ട പിടിച്ചിരിക്കുകയുള്ളൂ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ കട്ട പിടിക്കൊന്നും ചെയ്യാതെ തന്നെ നല്ല തരിയായിട്ട് ആ നെയ്യൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാകും. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഓറഞ്ച് കളർ റവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രീതിയിലും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടമാവും, ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.